ഈശ്വംസിഹായിൽ എത്രയും സ്നേഹമുള്ളവരെ, ജയ ലോഗോസ് 316 ഒരിക്കൽ കൂടി സ്വാഗതം. മേ ദ പീസ് ഓഫ് ദ ലോർഡ് ബി വിത്ത് അസ് ഓൾ. നമ്മുടെ സിലബസിലെ പ്രഭാഷകൻ്റെ അവസാന അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുകയാണല്ലോ. ഇവിടെ വരെ എത്തുവാൻ നമ്മെ സഹായിച്ച ഈശ്വനാഥന് പ്രത്യേകം നന്ദി പറയാം. നിങ്ങൾ ഓരോരുത്തരും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ സഹകരണത്തിനും നന്ദി. മലയാളത്തിലും ഇംഗ്ലീഷിലും വീഡിയോകൾ പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. മോക്ക് ടെസ്റ്റും മറ്റു പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളും ഒക്കെ പിന്നാലെ ചെയ്യാമെന്ന് കരുതുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർക്കാം, ദൈവത്തിന് നന്ദി പറയാം. എപ്പിസോഡ് 42 എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. പ്രഭാഷകൻ 40-ാം അധ്യായത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. താങ്ക് യു സോ മച്ച് ജോസഫ്. പ്രഭാഷകൻ 40 ഒരു ആമുഖം. പ്രഭാഷകൻ 40-ൽ ലൗകിക അന്വേഷണങ്ങളുടെ ക്ഷണികമായ സ്വഭാവം, പാപത്തിൻ്റെ അനന്തരഫലങ്ങൾ, പുണ്യപൂർണ്ണമായ ജീവിതം നയിക്കേണ്ടതിൻ്റെ പ്രാധാന്യം എന്നിവയെക്കുറിച്ചുള്ള ചിന്തകൾ കാണാൻ കഴിയും. ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാനും പരീക്ഷണങ്ങൾക്കിടയിൽ സംതൃപ്തി കണ്ടെത്താനും ദൈവഹിതം തിരിച്ചറിയാനുള്ള ജ്ഞാനം തേടാനും ഇത് മാർഗനിർദ്ദേശം നൽകുന്നു. ധാർമ്മികവും ആത്മീയവുമായ മാർഗനിർദ്ദേശത്തിനുള്ള വിലയേറിയ ഉറവിടമായി പ്രഭാഷകൻ 40 പ്രവർത്തിക്കുന്നു. ഭൗമിക കാര്യങ്ങളുടെ ക്ഷണികതയെക്കുറിച്ച് ചിന്തിക്കാനും ജീവിതത്തിൽ ആത്മീയ മൂല്യങ്ങൾക്ക് മുൻഗണന നൽകാനും വായനക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നു. ചോദ്യോത്തരങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, മനുഷ്യൻ്റെ ദയനീയാവസ്ഥ എന്ന തലക്കെട്ട് കാണുന്ന അധ്യായം ഏത്? മനുഷ്യൻ്റെ ദയനീയാവസ്ഥ എന്ന തലക്കെട്ട് കാണുന്ന അധ്യായം ഏത്? അതിൻ്റെ ഉത്തരം പ്രഭാഷകൻ 40. പ്രഭാഷകൻ 40-ലാണ് ഈ തലക്കെട്ട് നമ്മൾ കാണുന്നത്. രണ്ടാമത്തെ ചോദ്യം, പ്രഭാഷകൻ 40:1 അനുസരിച്ച് ഓരോരുത്തർക്കും നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് എന്ത്? ഓരോരുത്തർക്കും നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് എന്ത് എന്നാണ് രണ്ടാമത്തെ ചോദ്യം. ഉത്തരം ധാരാളം ജോലിയാണ് ഓരോരുത്തർക്കും നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. മൂന്നാമത്തെ ചോദ്യം, ഭാരമുള്ള നുകം വയ്ക്കപ്പെട്ടിരിക്കുന്നത് ആരുടെ മേൽ? ഭാരമുള്ള നുകം വയ്ക്കപ്പെട്ടിരിക്കുന്നത് ആരുടെ മേൽ എന്നാണ് മൂന്നാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം ആദത്തിൻ്റെ സന്തതികളുടെ മേൽ. പ്രഭാഷകൻ 40:1 ആദത്തിൻ്റെ സന്തതികളുടെ മേൽ. അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം, അവരുടെ ഹൃദയചാഞ്ചല്യവും ഭയവും ഉത്കണ്ഠയും മരണദിനത്തെക്കുറിച്ചാണ്. ആരുടെ ഹൃദയചാഞ്ചല്യവും ഭയവും ഉത്കണ്ഠയും മരണദിനത്തെക്കുറിച്ചാണെന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഉത്തരം ആദത്തിൻ്റെ സന്തതികളുടെ. പ്രഭാഷകൻ 40:2 ആദത്തിൻ്റെ സന്തതികളുടെ. അഞ്ചാമത്തെ ചോദ്യം, പ്രഭാഷകൻ 40:3 വിവരിച്ചിരിക്കുന്ന 2 വ്യക്തിത്വങ്ങൾ ആരൊക്കെയാണ്? 40:3 വിവരിച്ചിരിക്കുന്ന 2 വ്യക്തിത്വങ്ങൾ ആരൊക്കെയാണ്? അതിൻ്റെ ഉത്തരം രാജാവും എളിയവനും. ആറാമത്തെ ചോദ്യം, പ്രഭാഷകൻ 40:5 പരാമർശിക്കാത്ത ദുരിതം ഏതാണ്? കോപം, ദാരിദ്ര്യം, മരണഭീതി, ക്രോധം. ഇതിൽ ഈ 4 ഏതാണ് 40:5 പരാമർശിക്കാത്ത ദുരിതമെന്നാണ് ചോദ്യം. ഉത്തരം ദാരിദ്ര്യം അതിൽ പറയുന്നില്ല. അടുത്ത ചോദ്യം, ഏഴാമത്തെ ചോദ്യം, പൂരിപ്പിക്കുക. കിടക്കയിൽ വിശ്രമിക്കുമ്പോൾ നിശാനിദ്ര അവന് ഡാഷ് ഉളവാക്കുന്നു. പ്രഭാഷകൻ 40:5 കിടക്കയിൽ വിശ്രമിക്കുമ്പോൾ നിശാനിദ്ര അവന് ഡാഷ് ഉളവാക്കുന്നു. അതിനുത്തരം വിഭ്രാന്തി, ഡെലീരിയം അല്ലെങ്കിൽ വിഭ്രാന്തിയാണ്. 8, അവന് വിശ്രമം അല്പം മാത്രം ലഭിക്കുന്നു എന്ന് പറഞ്ഞ ശേഷം അവൻ അസ്വസ്ഥനാകുന്നതിൻ്റെ കാരണം എന്താണെന്നാണ് പ്രഭാഷകൻ 40:6 പറയുന്നത്. അവൻ അസ്വസ്ഥനാകുന്നതിൻ്റെ കാരണം എന്താണെന്നാണ് പ്രഭാഷകൻ 40:6 പറയുന്നത്. അതിൻ്റെ ഉത്തരം ദുസ്വപ്നങ്ങളാണ്. അടുത്ത ചോദ്യം 9, പ്രഭാഷകൻ 40:6-7 വാക്യങ്ങളിൽ ആവർത്തിച്ചിരിക്കുന്ന വാക്ക് ഏത്? ഒരു വാക്ക് ആവർത്തിക്കുന്നുണ്ട് അവിടെ, അത് ഏത് വാക്കാണെന്നാണ് 40:6-7 വാക്യങ്ങളിൽ. അതിൻ്റെ ഉത്തരം ദുസ്വപ്നങ്ങൾ. 6-ലും 7-ലും അത് കാണപ്പെടുന്നുണ്ട്. 10-ാമത്തെ ചോദ്യം, അവൻ എന്തിനോടെടുക്കുമ്പോൾ ഞെട്ടി ഉണരുന്നു എന്നാണ് പ്രഭാഷകൻ 40:7 പറയുന്നത്. 40:7 പറയുന്നത് അവൻ എന്തിനോട് അടുക്കുമ്പോൾ ഞെട്ടി ഉണരുന്നു എന്നാണ്.
ഉത്തരം രക്ഷയോട് അല്ലെങ്കിൽ സാൽവേഷൻ, രക്ഷയോടെ എടുക്കുമ്പോൾ ഇങ്ങനെ അവന് ഞെട്ടി ഉണരുന്നു. 11-ാമത്തെ ചോദ്യം, പാപികൾക്ക് വന്നു ചേരുന്ന ദുരിതങ്ങൾ എത്ര ഇരട്ടിയാണെന്നാണ് പ്രഭാഷകൻ 40:8-9 വാക്യങ്ങളിൽ പറയുന്നത്. പാപികൾക്ക് വന്നു ചേരുന്ന ദുരിതങ്ങൾ എത്ര ഇരട്ടിയാണെന്നാണ് പ്രഭാഷകൻ 40:8-9 വാക്യങ്ങളിൽ പറയുന്നത്. ഉത്തരം 7 ഇരട്ടി, 7 ഫോൾഡ്, 7 ഇരട്ടിയാണ് എന്നാണ് പറയുന്നത്. 12-ാമത്തെ ചോദ്യം, പ്രഭാഷകൻ 40:9 പരാമർശിച്ചിരിക്കുന്ന ദുരിതങ്ങളിൽ പെടാത്തത് ഏത്? ഭൂകമ്പം, മരണം, ക്ഷാമം, മഹാമാരി. ഈ 4 ഇതിൽ പെടാത്തത് എന്താണ്? ഈ 40:9 പരാമർശിക്കപ്പെടാത്തത് എന്താണെന്നാണ് ചോദ്യം. ഉത്തരം ഭൂകമ്പമാണ്. അടുത്ത ചോദ്യം 13. പ്രഭാഷകൻ 40:9 പ്രതിപാദിച്ചിരിക്കുന്ന ദുരിതങ്ങൾ എത്ര? 40:9 പ്രതിപാദിച്ചിരിക്കുന്ന ദുരിതങ്ങൾ എത്ര ദുരിതങ്ങളെക്കുറിച്ചാണ് പ്രഭാഷകൻ 40:9 പ്രതിപാദിച്ചിരിക്കുന്നത് എന്നാണ് അടുത്ത ചോദ്യം. അതിൻ്റെ ഉത്തരം 8 ദുരിതങ്ങൾ. ഈ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന 8 ദുരിതങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. 14-ാമത്തെ ചോദ്യം, അവർ നിമിത്തം ജലപ്രളയവും ഉണ്ടായി. ആര് നിമിത്തമാണ് ജലപ്രളയവും ഉണ്ടായത് എന്നുള്ളതാണ് 14-ാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം ദുഷ്ടർ നിമിത്തമാണ് വെള്ളപ്പൊക്കം ഉണ്ടായെന്നാണ് പറയുന്നത്. 15-ാമത്തെ ചോദ്യം, അധ്യായവും വാക്യവും സൂചിപ്പിക്കുക. മണ്ണിൽ നിന്ന് വന്നത് മണ്ണിലേക്കും ജലത്തിൽ നിന്ന് വന്നത് ജലത്തിലേക്കും മടങ്ങുന്നു. അത് എൻ്റെ അധ്യായവും വാക്യമാണ് പറയാനുള്ളത്. അതിൻ്റെ ഉത്തരം പ്രഭാഷകൻ 40-11 വാക്യം, 40:11. അടുത്ത ചോദ്യം 16. കൈക്കൂലിയും അനീതിയും നിർമ്മാർജ്ജനം ചെയ്യപ്പെടും, എന്നേക്കും നിലനിൽക്കുന്നത് എന്ത്? കൈക്കൂലിയും അനീതിയും നിർമ്മാർജ്ജനം ചെയ്യപ്പെടും, എന്നേക്കും നിലനിൽക്കുന്നത് എന്ത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അതിൻ്റെ ഉത്തരം വിശ്വസ്തതയാണ് എന്നേക്കും നിലനിൽക്കുന്നത്. പ്രഭാഷകൻ 40:12 വിശ്വസ്തത. 17-ാമത്തെ ചോദ്യം, അനീതി പ്രവർത്തിക്കുന്നവൻ്റെ സമ്പത്ത് എന്തുപോലെ പെട്ടെന്ന് അപ്രത്യക്ഷമാകും എന്നാണ് പ്രഭാഷകൻ 40:13 പറയുന്നത്. 40:13 പറയുന്നത്. ഉത്തരം കുത്തിയൊഴുക്കു പോലെ, ടോറൻറ്റ്, കുത്തിയൊഴുക്കു പോലെയാണ് അത് അപ്രത്യക്ഷമാകുന്നത്. 18-ാമത്തെ ചോദ്യം, ഔദാര്യശീലന് ലഭിക്കുന്നത് എന്ത്? അതാണ് 18-ാമത്തെ ചോദ്യം. ഔദാര്യശീലന് ലഭിക്കുന്നത് എന്ത്? അതിൻ്റെ ഉത്തരം സന്തോഷം. പ്രഭാഷകൻ 40:13 സന്തോഷമാണ് അവന് ലഭിക്കുന്നത്. 19-ാമത്തെ ചോദ്യം, നിശേഷം പരാജയപ്പെടുന്നത് ആര്? അതാണ് 19-ാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം പാപികൾ. പ്രഭാഷകൻ 40:14 പറയുന്നു പാപികൾ. 20-ാമത്തെ ചോദ്യം, വെറും പാറമേൽ പണിത ദുർബലമായ വേരുകളാണ് അവർ. ആര്? വെറും പാറമേൽ പണിത ദുർബലമായ വേരുകളാണ് അവർ എന്ന് പറയുന്നത് ആരെന്നാണ് ചോദ്യം. 20-ാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം ദൈവഭയമില്ലാത്തവൻ്റെ സന്തതി. പ്രഭാഷകൻ 40:15 ദൈവഭയമില്ലാത്തവൻ്റെ സന്തതി. 21-ാമത്തെ ചോദ്യം, ജലാശയ തീരത്തിലോ നദീതടത്തിലോ വളരുന്ന ഏത് പുല്ലിനെയേക്കാൾ വേഗത്തിൽ പിഴുതെടുക്കാമെന്നാണ് പ്രഭാഷകൻ 40:16 പറയുന്നത്. 40:16 പറയുന്നത് ഏതിനെക്കുറിച്ചാണ്? ഞാങ്ങണ അല്ലെങ്കിൽ റീഡ്, ഞാങ്ങണയെക്കുറിച്ചാണ് പറയുന്നത്. അതാണ് അതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം 22. അനുഗ്രഹത്തിൻ്റെ ആരാമം പോലെയുള്ളത് എന്താണ്? അതാണ് 22-ാമത്തെ ചോദ്യം. അനുഗ്രഹത്തിൻ്റെ ആരാമം പോലെയുള്ളത് എന്താണ്? അതിൻ്റെ ഉത്തരം കാരുണ്യം. പ്രഭാഷകൻ 40:17 പറയുന്നു കാരുണ്യം. 23-ാമത്തെ ചോദ്യം, എന്നേക്കും നിലനിൽക്കുന്നത് എന്ത് എന്നുള്ളതാണ് 23-ാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം ദാനധർമ്മമാണ്. ദാനധർമ്മം. പ്രഭാഷകൻ 40:17 പറയുന്നു ദാനധർമ്മം. 24-ാമത്തെ ചോദ്യം, സ്വാശ്രയശീലനും അധ്വാനപ്രിയനും ജീവിതം എന്താണ്? എന്നാണ് 24-ാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം മധുരമാണ്. ഓർക്കുന്നത്. പ്രഭാഷകൻ 40:17 ജീവിതം മധുരമാണ്.
25-ാമത്തെ ചോദ്യം, സ്വാശ്രയശീലനെയും അധ്വാനപ്രിയനെയും കാൾ ഭാഗ്യവാൻ ആര്? സ്വാശ്രയശീലനെയും അധ്വാനപ്രിയനെയും കാൾ ഭാഗ്യവാൻ ആര് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. 25-ാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം നിധി ലഭിച്ചവൻ. നിധി ലഭിച്ചവനാണ് ഇത് ഇങ്ങനെ ഭാഗ്യവാൻ എന്ന് പറയുന്നത്. ഒരുവൻ്റെ പേര് നിലനിർത്തുന്നത് എന്ത് എന്നാണ് അടുത്ത ചോദ്യം. 26. ഒരുവൻ്റെ പേര് നിലനിർത്തുന്നത് എന്ത്? അതിൻ്റെ ഉത്തരം സന്താനങ്ങളും താൻ നിർമ്മിച്ച നഗരവും. പ്രഭാഷകൻ 40:19. സന്താനങ്ങളും താൻ നിർമ്മിച്ച നഗരവും. 27-ാമത്തെ ചോദ്യം, സന്താനങ്ങളെയും താൻ നിർമ്മിച്ച നഗരത്തെയും കാൾ വിലമതിക്കപ്പെടുന്നത് എന്ത്? സന്താനങ്ങളെയും താൻ നിർമ്മിച്ച നഗരത്തെയും കാൾ വിലമതിക്കപ്പെടുന്നത് എന്ത്? അതാണ് 27-ാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം നിഷ്കളങ്കയായ ഭാര്യ. പ്രഭാഷകൻ 40:19. നിഷ്കളങ്കയായ ഭാര്യയാണ്. 28-ാമത്തെ ചോദ്യം, വീഞ്ഞും സംഗീതവും എന്തിനെ ആനന്ദിപ്പിക്കുന്നു? വീഞ്ഞും സംഗീതവും എന്തിനെ ആനന്ദിപ്പിക്കുന്നു? അടുത്ത ചോദ്യം. 28-ാമത്തെ ചോദ്യം, വീഞ്ഞും സംഗീതവും എന്തിനെ ആനന്ദിപ്പിക്കുന്നു? ഉത്തരം ഹൃദയത്തെ. പ്രഭാഷകൻ 40:20. ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നു. 29-ാമത്തെ ചോദ്യം, ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്ന വീഞ്ഞിനെയും സംഗീതത്തെയും കാൾ ശ്രേഷ്ഠമെന്ത്? ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്ന വീഞ്ഞിനെയും സംഗീതത്തെയും കാൾ ശ്രേഷ്ഠമെന്ത്? അതിൻ്റെ ഉത്തരം ജ്ഞാനതൃഷ്ണ, അതായത് ലവ് ഓഫ് വിസ്ഡം. പ്രഭാഷകൻ 40:20. ജ്ഞാനതൃഷ്ണ. 30-ാമത്തെ ചോദ്യം, ഇമ്പമുള്ള മനുഷ്യസ്വരം എന്തിനേക്കാൾ ആസ്വാദ്യമാണ്? ഇമ്പമുള്ള മനുഷ്യസ്വരം എന്തിനേക്കാൾ ആസ്വാദ്യമാണ് എന്നാണ് അടുത്ത ചോദ്യം. 30-ാമത്തെ ചോദ്യം. ഉത്തരം ഗാനമാധുരി വർദ്ധിപ്പിക്കുന്ന കുഴലിനെയും കിന്നരത്തെയും കാൾ. അതാണ് ഉത്തരം. പ്രഭാഷണം 40:21. 31. കണ്ണിന് ആനന്ദം നൽകുന്ന പ്രസന്നതയെയും സൗന്ദര്യത്തെയും കാൾ ആനന്ദദായകം എന്താണ്? കണ്ണിന് ആനന്ദം നൽകുന്ന പ്രസന്നതയെയും സൗന്ദര്യത്തെയും കാൾ ആനന്ദദായകം എന്താണ്? അതിൻ്റെ ഉത്തരം വയലിലെ ഇളം തളിരുകൾ. വയലിലെ ഇളം തളിരുകൾ. പ്രഭാഷണം 40:22. സുഹൃത്തിൻ്റെയോ സഹചാരിയുടെയോ സന്ദർശനത്തെക്കാൾ ഹൃദ്യം എന്ത്? 32-ാമത്തെ ചോദ്യമാണിത്. സുഹൃത്തിൻ്റെയോ സഹചാരിയുടെയോ സന്ദർശനത്തെക്കാൾ ഹൃദ്യം എന്ത്? അതിൻ്റെ ഉത്തരം ഭാര്യാഭർത്താക്കന്മാരുടെ സന്ദർശനം. പ്രഭാഷകൻ 40:23. ഭാര്യാഭർത്താക്കന്മാരുടെ സന്ദർശനമാണ്. 33-ാമത്തെ ചോദ്യം, വിഷമസന്ധികളിൽ ഉപകരിക്കുന്ന സഹോദരരെയും സഹായകരെയും കാൾ സുരക്ഷിതമായ അഭയം എന്ത്? വിഷമസന്ധികളിൽ ഉപകരിക്കുന്ന സഹോദരരെയും സഹായകരെയും കാൾ സുരക്ഷിതമായ അഭയം എന്ത്? അതിൻ്റെ ഉത്തരം ദാനധർമ്മം. പ്രഭാഷകൻ 40:24. ദാനധർമ്മം. 34-ാമത്തെ ചോദ്യം, പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്ന സ്വർണത്തെയും വെള്ളിയെയും കാൾ ശ്രേഷ്ഠമെന്ത്? പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്ന സ്വർണത്തെയും വെള്ളിയെയും കാൾ ശ്രേഷ്ഠമെന്ത്? അതിൻ്റെ ഉത്തരം സതുപദേശം. പ്രഭാഷകൻ 40:25. സതുപദേശം ആണ് ഇത് സ്വർണത്തെ വെള്ളിയേക്കാൾ ശ്രേഷ്ഠം. 35. ദൈവഭക്തി ഇവയേക്കാൾ അഭികാമ്യമാണ് ഏവയേക്കാൾ. ദൈവഭക്തി ഇവയേക്കാൾ അഭികാമ്യമാണ് ഏവയേക്കാൾ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. 35-ാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം ഹൃദയത്തെ ഉത്തേജിപ്പിക്കുന്ന ധനത്തെയും ബലത്തെയും കാൾ. ഹൃദയത്തെ ഉത്തേജിപ്പിക്കുന്ന ധനത്തെയും ബലത്തെയും കാൾ. പ്രഭാഷകൻ 40-ലാണ് നമ്മളത് പറയുന്നത്. ഏത് മഹത്വത്തെയും കാൾ നന്നായി മനുഷ്യനെ ആവരണം ചെയ്യുന്നത് എന്ത്? ഏത് മഹത്വത്തെയും കാൾ നന്നായി മനുഷ്യനെ ആവരണം ചെയ്യുന്നത് എന്ത്? ഉത്തരം ദൈവഭക്തി. പ്രഭാഷകൻ 40:26. ദൈവഭക്തിയാണ്. അതാണ് കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടത് തന്നെയാണ്. 37. എന്തിനേക്കാൾ ഭേദം മരണമാണ്? എന്തിനേക്കാൾ ഭേദം മരണമാണ്. ഇതാണ് 37-ാമത്തെ ചോദ്യം. എന്തിനേക്കാൾ ഭേദം മരണമാണ്? അതിൻ്റെ ഉത്തരം ഭിക്ഷാടനത്തേക്കാൾ. ഭിക്ഷാടനത്തേക്കാൾ ശ്രേഷ്ഠം മരണമാണ്. പ്രഭാഷകൻ 40:28. 38-ാമത്തെ ചോദ്യം, അന്യൻ്റെ ഭക്ഷണം കൊണ്ട് തന്നെ മലിനമാക്കാത്തത് ആര്? അന്യൻ്റെ ഭക്ഷണം കൊണ്ട് തന്നെ മലിനമാക്കാത്തത് ആര്? അതാണ് അടുത്ത ചോദ്യം. അതിൻ്റെ ഉത്തരം ബുദ്ധിമാനും സതുപദേശം ലഭിച്ചവനും. പ്രഭാഷകൻ 40:29. ബുദ്ധിമാനും സതുപദേശം ലഭിച്ചവനും. 39-ാമത്തെ ചോദ്യം, ഭിക്ഷാടനം മധുരമാകുന്നത് ആരുടെ നാവിന?
ഭിക്ഷാടനം മധുരമാകുന്നത് ആരുടെ നാവിന് ആണ് 31ാമത്തെ ചോദ്യം. ഉത്തരം നിർലജൻ്റെ ആണ്. നിർലജൻ എന്നുള്ളതാണ് ഉത്തരം. പ്രഭാഷകൻ 40:30. നിർലജൻ. 40ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകളിൽ പ്രഭാഷകൻ 40:30 കാണുന്ന വാക്ക് തിരഞ്ഞെടുക്കുക. ആരാമം, അഗ്നി, സ്വർണം, മരണം. ഇതിലേതാണ് 40:30 കാണുന്ന വാക്ക്? ഉത്തരം അഗ്നി. ആ സെൻറ്റൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അഗ്നിയാണ്. കാരുണ്യം അനുഗ്രഹത്തിൻ്റെ ആരാമം പോലെയാണ്, ദാനധർമ്മം എന്നേക്കും നിലനിൽക്കുന്നു. പ്രഭാഷകൻ 40:17. ഹോപ്പ് യു ഹാവ് എൻജോയ്ഡ് ദിസ് ക്വിസ്. പ്രഭാഷകൻ 40 ഉൾക്കാഴ്ചകൾ. പ്രഭാഷകൻ 40 മനുഷ്യജീവിതത്തിൻ്റെ ക്ഷണികമായ സ്വഭാവത്തെക്കുറിച്ചും പാപികൾ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും ആഴത്തിലുള്ള ഉൾക്കാഴ്ചകൾ വാഗ്ദാനം ചെയ്യുന്നു. കഷ്ടപ്പാടുകളുടെയും പ്രക്ഷുബ്ധതയുടെയും അനിവാര്യത ഊന്നി പറയുന്ന തെറ്റായ ജീവിതത്തോടൊപ്പമുള്ള കഷ്ടപ്പാടുകളുടെയും പ്രതികൂല സാഹചര്യങ്ങളുടെ വ്യക്തമായ ചിത്രം ചിത്രീകരിക്കുന്നു. ആത്യന്തികമായി പ്രഭാഷകൻ 40 പാപപൂർണമായ പെരുമാറ്റത്തിൻ്റെ അനന്തരഫലങ്ങളെക്കുറിച്ചും ജീവിത പരീക്ഷണങ്ങളിൽ നീതിയും ജ്ഞാനവും തേടേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒരു ഓർമ്മപ്പെടുത്തലായി വർത്തിക്കുന്നു. പ്രഭാഷകൻ 40 ഉൾക്കാഴ്ചകൾ ഇങ്ങനെയൊക്കെയാണ്. ടിപ്സ്. പ്രഭാഷകൻ 40 ഒരു ബൈബിൾ ക്വിസിന് തയ്യാറെടുക്കാൻ അതിൻ്റെ ഉള്ളടക്കത്തിലും വിഷയങ്ങളിലും ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് ഭാഗം നന്നായി വായിക്കുകയും പഠിക്കുകയും വേണം. ജീവിതത്തിൻ്റെ ക്ഷണികമായ സ്വഭാവവും പാപത്തിൻ്റെ അനന്തരഫലങ്ങളും പോലുള്ള പ്രധാന തീമുകൾ വിശകലനം ചെയ്യുന്നത് പഠനഭാഗത്തിൻ്റെ ആഴത്തിലുള്ള അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. പ്രധാന വാക്യങ്ങൾ മനഃപ്പാഠമാക്കുന്നതും അവലോകനം ചെയ്യുന്നതും ഉള്ളടക്കം നന്നായി ഓർത്തിരിക്കാൻ സഹായമാകും. ഈ ഘട്ടങ്ങൾ പാലിക്കുന്നതിലൂടെ പ്രഭാഷകൻ 40 ഉള്ളടക്കങ്ങളുമായി ഇടപഴകാനും അതിൻ്റെ സന്ദേശങ്ങൾ ക്വിസ് സമയത്ത് ആത്മവിശ്വാസത്തിൽ പ്രകടിപ്പിക്കാനും ഫലപ്രദമായി തയ്യാറാകാം. താങ്ക്സ് ഫോർ വാച്ചിങ്. നമ്മൾ ഈ 40ാമത്തെ അധ്യായം വരെ എത്തി. നമ്മുടെ കോഴ്സ് ഈ പ്രഭാഷകൻ്റെ ചാപ്റ്റർ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് കാര്യം മറക്കരുത്. അതുപോലെ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂടെ ഒന്നിച്ച് ഈ വീഡിയോ ചെയ്യാനായിട്ട് ഒത്തിരി സന്തോഷമുണ്ട്. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഫ്രം ജോസഫ്.